ഞാനൊരു ചക്കക്കണ്ടൽ പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ചക്കപ്പൂതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചക്ക ആയാൽ അത്ര ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇതേപോലെ ചെറുതായ സമയത്ത് പറിച്ച് വെക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു അടിപൊളി പെപ്പർ ഫ്രൈ പോലെ ആക്കിയെടുക്കണം ഈ ചക്കപ്പൂതൽ. അപ്പോൾ ഞാനത് പറിച്ചു കൊണ്ടുവന്ന് ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കരുള് കളയലാണ് ടാസ്ക്കായ ഒരു പണി. നമ്മുടെ നാട്ടിൽ ഇതിന് കരുള് എന്ന് പറയും, ഈ മുള്ള് പോലെയുള്ള ഈ സാധനത്തിന്. അപ്പോൾ ഞാനതൊക്കെ കളഞ്ഞെടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ, എന്നാൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്കും ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളവും ഒഴിച്ച് ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ വീട്ടിൽ അടുപ്പിലാണ് വെച്ച് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്കപ്പൂതൽ നന്നായി വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വന്നു, കാരണം അവിടെ ചൂട് കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഉള്ളി ചെറിയ സ്ലൈസായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ചക്കപ്പൂതൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് സ്മൂത്തായിട്ട് വരണം. ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിന് വേറെ എരിവ് മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു 2 തക്കാളി ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം വേവ് ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പ്രധാനമായും ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചതാ ചക്കപ്പൂതൽ നന്നായി വെന്തിട്ട് നല്ല ആവി വറക്കുന്നുണ്ട്. അത് കോരി നമുക്ക് നമ്മുടെ ഈ ഉള്ളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം ഞാൻ കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ ചിക്കനൊക്കെ പെപ്പർ ഇട്ട് തയ്യാറാക്കുന്നില്ലേ, അതുപോലെയാണ് ഏകദേശം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കാരണം ഇതിൻ്റെ കുരുമുളകിൻ്റെ അംശങ്ങളും അതുപോലെ തന്നെ ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഈ ചക്കപ്പൂതലിനൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചക്കപ്പൂതൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കഴിക്കാൻ നല്ല സ്വാദാണ്. ഏകദേശം ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. താങ്ക് യു.